വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. അന്ന് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അവർ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായി ഇന്ന് BJP അവർ ക്ഷേമപെൻഷൻ കിട്ടാത്തതുകൊണ്ട് അവര് ഭിക്ഷ അയക്കുന്ന ഒരു സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇന്ന് MP ആയിട്ടുള്ള ചെന്ന് അവർ ആരും നോക്കാനില്ല. ഇതൊക്കെ പറഞ്ഞപ്പോൾ ഒരു സിമ്പതി തീർച്ചയായിട്ടും പാർട്ടിക്ക് ഉണ്ടായി. അതിപ്പോ വീടില്ലാത്തവർക്കൊക്കെ വീട് വെച്ച് നൽകണം തന്നെയാണ് എല്ലാവരും ആഗ്രഹം. അതനുസരിച്ച് വീട് വെച്ചു കൊടുത്തു. പക്ഷെ അത് കിട്ടിയപ്പോ കൂടുതൽ ഒരു റോഡില്ലാത്ത സ്ഥലത്ത് റോഡ് വേണമെന്ന് പറഞ്ഞിട്ട് റോഡ് ഉണ്ടാക്കുമ്പോൾ പിന്നെ അത് വികസിപ്പിക്കണം എന്ന് പറയും, പിന്നെ പാലം വേണമെന്ന് പറയും. അത് ആഗ്രഹമില്ലാത്തതിന്റെ ഭാഗമായിട്ടാണ്. ഇനിയിപ്പോ ഇനി ചേരാൻ ഇനി അവർക്ക് ഇനി പാർട്ടികളൊന്നും ഇനിയിപ്പോ ബാക്കിയില്ലാത്തതുകൊണ്ട് അതിൽ തന്നെ നിൽക്കുകയായിരിക്കും. ഈ സമ്പൂർണ്ണ പുനഃസംഘടനയില്ല KPCC സെക്രട്ടറിമാരൊക്കെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഈ K. സുധാകരനെ മാറ്റാൻ എല്ലാവരും വലിയ ആവേശം കാണിച്ചു. ഇപ്പം പുനഃസംഘടനയില്ല, അത് തന്നെ പറയുന്നുണ്ട്. എന്തായിരിക്കും? അല്ല, അത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. കമ്മിറ്റിയിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷെ ഫൈനൽ എന്ന് പറയുന്നത് ഹൈക്കമാൻഡാണ് ചെയ്യേണ്ടത്. ഒരു തീരുമാനം എടുത്ത് അറിയിക്കണം. മുതിർന്ന നേതാക്കളെ പുതിയ ഭാരവാഹികൾ കണ്ടു തുടങ്ങി, ആശയവിനിമയം ആരംഭിച്ചു എന്ന് പറഞ്ഞു. KM കണ്ടോ? ഇല്ല, അത് സംബന്ധിച്ച് ചർച്ച എന്നോട് നടത്തിയിട്ടില്ല. പക്ഷെ അതിന്റെ സമയമായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവും. ഏതായാലും നോക്കാം. ഈ DCC അധ്യക്ഷന്മാരെ 13 പേരെങ്കിലും മാറ്റുമെന്ന് പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും സാധ്യതയുണ്ടോ? അതോ? ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും മാറ്റേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ലോക്കൽ ബോഡി ഇലക്ഷനിൽ പാർട്ടിയെ നയിക്കേണ്ടത് ജില്ലാ അധ്യക്ഷന്മാരാണ്. അങ്ങനെയുള്ളവരോട് ഇപ്പൊ മാറ്റുള്ള വാർത്തകൾ വരുമ്പോൾ അവർക്കൊരു ടെൻഷൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തൽക്കാലം വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷേ ഇത് എല്ലാ കാര്യവും പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തിന് വിധേയമാണ്. KM താരതമ്യേന ജൂനിയർമാരായിട്ടുള്ള 3 പേരാണ് വർക്കിംഗ് പ്രസിഡന്റുമാരായി വന്നത്. മുതിർന്ന ഒരു വിഭാഗം നേതാക്കൾ പുറത്തുണ്ട്. ഇനി KPCC ജനറൽ സെക്രട്ടറിമാരും അവരെ സ്ഥാനം തെറിക്കുമ്പോൾ അവരെയൊക്കെ ഇവിടെ ഉൾപ്പെടുത്തുന്നു. അങ്ങ് പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടമാണ്. ഇങ്ങനെ അതിന് പ്രാപ്തമാണോ ഇപ്പൊ നിലവിലെ പാർട്ടി? എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്. ഇപ്പൊ എനിക്ക് പറയുമ്പോൾ ഔദ്യോഗിക സ്ഥാനമൊന്നും ഇല്ലല്ലോ. എന്നിട്ട് ഞാൻ സ്വകാര്യം പിടിച്ചിട്ടില്ല. നമുക്ക് കഴിവും പ്രവർത്തകരുടെ അംഗീകാരവും ഉണ്ടാകും. ഏത് സാഹചര്യത്തിലും നമുക്ക് പിടിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് ഒരു സാധനവും ഔദ്യോഗികമായിട്ടില്ല. ഇങ്ങനെ എന്റെ ഇപ്പോഴത്തെ സാധനം കളയാൻ ആര് വിചാരിച്ചതൊന്നും പറ്റൂല. ഒക്കെ മുൻ തന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. അത് ആര് വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവർക്കും സ്പേസ് ഉണ്ട്. പക്ഷെ നിലവിലുള്ള നേതൃത്വത്തിന്റെ ചുമതലയാണ് ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കേണ്ടതും എല്ലാവരെയും സഹകരിക്കുന്നത്. അത് ചെയ്യുന്നതാണ് എന്റെ വിശ്വാസം. താങ്ക് യു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.